Variables are basic unit of storage in Java. ജാവയിൽ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ സ്റ്റോറേജിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് വേരിയബിൾസ്. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെക്കാനിസമാണ് വേരിയബിൾസ്. നമുക്കൊരു നമ്പർ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മളതൊരു വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്യുക. ഡിക്ലെയറിങ് എ വേരിയബിൾ. ഡിക്ലെയറിങ് എ വേരിയബിൾ എന്ന് പറഞ്ഞാൽ സ്പെസിഫൈയിങ് എ നെയിം, ടൈപ്പ് ആൻഡ് ഇനീഷ്യൽ വാല്യൂ ഓഫ് എ വേരിയബിൾ. ഇതിനെയാണ് നമ്മൾ ഡിക്ലറേഷൻ ഓഫ് എ വേരിയബിൾ എന്ന് പറയുന്നത്. ഇതാണ് വേരിയബിൾ ഡിക്ലറേഷൻ്റെ സിൻടാക്സ്. അതായത് ഒരു ടൈപ്പ്, നമ്മൾ കണ്ട 8 ഡാറ്റ ടൈപ്പുകളിൽ ഒരു ടൈപ്പ് ഫോളോഡ് ബൈ ആൻ ഐഡൻറ്റിഫയർ, ഇതാ വേരിയബിളിൻ്റെ പേര്, ഫോളോഡ് ബൈ ആൻ ഇനീഷ്യലൈസേഷൻ വാല്യൂ. ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്നതെല്ലാം ഓപ്ഷണലാണ്. ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. സ്ക്വയർ ബ്രാക്കറ്റിന് പുറമേ ഉള്ളതെല്ലാം നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പും പേരും സെമിക്കോളനും മാത്രം ഉണ്ടെങ്കിൽ ഒരു വേരിയബിൾ ഡിക്ലറേഷനായി. ഇതിൽ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ കണ്ട പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പിൽ ഏതുമാകാം, അതല്ലെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസ്സസും ഇൻ്റർഫേസസും ആവാം. ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് നെയിം ഓഫ് ദി വേരിയബിൾ ആണ്. സിയിലെയും C++ലെയും എല്ലാ ഐഡൻറ്റിഫയർ റൂൾസും ഇവിടെ ആപ്ലിക്കബിൾ ആണ്. വാല്യൂ എന്ന് പറയുന്നത് ഒരു ലിറ്ററലാവാം, അതായത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആവാം, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ആവാം. കുറച്ച് എക്സാമ്പിൾസ് നോക്കി കഴിഞ്ഞാൽ ഇൻറ്റ് എ, ഇത് വാലിഡ് ആണ്. ടൈപ്പ് ഫോളോഡ് ബൈ ആൻ ഐഡൻറ്റിഫയർ ഫോളോഡ് ബൈ സെമിക്കോളൻ. ടൈപ്പ് ഫോളോഡ് ബൈ ഐഡൻറ്റിഫയർ കോമ ഐഡൻറ്റിഫയർ സെമിക്കോളൻ, ഇത് വാലിഡ് ആണ്. ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഒറ്റ ലൈനിൽ തന്നെ ഡിക്ലെയർ ചെയ്യാം. ഇനി എൻ്റെ a = 5, ഇത് ഇനീഷ്യലൈസേഷൻ കൂടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ രണ്ടും കോൺസ്റ്റൻറ്റ് വാല്യൂസ് വെച്ചിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വേരിയബിൾസ് വെച്ചിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. മുൻപേ ഡിക്ലെയർ ചെയ്ത വേരിയബിൾസ് വെച്ചിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഇനീഷ്യലൈസേഷനെ ഡൈനാമിക് ഇനീഷ്യലൈസേഷൻ എന്നും വിളിക്കും. വേരിയബിൾസ് ക്യാൻ ബി ഡിക്ലെയർഡ് എനിവെയർ ഇൻസൈഡ് എ ക്ലാസ്. ഇപ്പോൾ സിയിലെയും C++ലെയും പോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റിക്വയർമെൻ്റ് ഇല്ല. ഇപ്പം സിയുടെയൊക്കെ ഒറിജിനൽ റിക്വയർമെൻ്റ് ആയിരുന്നു, നിങ്ങളൊരു ഫംഗ്ഷൻ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ ബിഗിനിങ്ങിൽ വേണം എല്ലാ വേരിയബിൾ ഡിക്ലറേഷനും വരാൻ. പുതിയ സി ഇംപ്ലിമെൻറ്റേഷൻ ആ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. എന്നാൽ ഒറിജിനൽ സി ഇംപ്ലിമെൻറ്റേഷൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു അത്. പക്ഷെ ജാവയിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ജാവയിൽ നമുക്ക് എപ്പം വേരിയബിൾ ആവശ്യമുണ്ടോ അപ്പം ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് യൂസ് ചെയ്യാം. വേരിയബിൾസ് മസ്റ്റ് ബി ഡിക്ലെയർഡ് ബിഫോർ ഇറ്റ്സ് യൂസ്ഡ്. ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു വേരിയബിൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കണം. അതായത് ഈ ഒരു ടൈപ്പിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കണം ആ വേരിയബിൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ. ഇനി സ്കോപ്പ് ഓഫ് എ വേരിയബിൾ ഈസ് ഇൻസൈഡ് ദ ബ്ലോക്ക് വെർ ഇറ്റ് ഈസ് ഡിക്ലെയർഡ്. ഇനി ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻസൈഡ് an ഓപ്പണിംഗ് കേളി ബ്രേസ് ആൻഡ് ക്ലോസിംഗ് കേളി ബ്രേസ്. ഇതിനെ നമ്മൾ ബ്രേസസ് എന്നാണ് വിളിക്കുക. ഓപ്പണിംഗ് ബ്രേസിനും ക്ലോസിംഗ് ബ്രേസിനും ഇടയ്ക്കുള്ള ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മളൊരു ബ്ലോക്ക് എന്ന് പറയുന്നത്. ഒരു വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ബ്ലോക്കിൻ്റെ ഉള്ളിലാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ആണ്. ജാവയിലെ മെയിൻ ഫംഗ്ഷനാണ് PSVM, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. ഇവിടെ ഒരു ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഒരു ഓപ്പണിംഗ് ബ്രേസ് കാണാം, ഇവിടെ ഒരു ക്ലോസിംഗ് ബ്രേസ് കാണാം. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഗ്രൂപ്പിനാണ് ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. ഒരു ബ്ലോക്ക് ഇവിടെയുണ്ട്, രണ്ടാമത്തെ ബ്ലോക്ക് ഇതാണ്, മൂന്നാമത്തെ ബ്ലോക്ക് ഇതാണ്, നാലാമത്തെ ബ്ലോക്ക് ഇതാണ്. ഇങ്ങനെ മൊത്തം 4 ബ്ലോക്സാണ് ഈ പ്രോഗ്രാമിലുള്ളത്. ഇതൊരു വലിയ ബ്ലോക്കാണ്. ഈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ വരുന്ന ചൈൽഡ് ബ്ലോക്സ് ആണ് ഇതെല്ലാം, അല്ലെങ്കിൽ സബ് ബ്ലോക്സ് ആണ് ഇതെല്ലാം. ഇനി ഈ ബ്ലോക്കിൽ ഇൻറ്റ് a = 10 എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലറേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ വേരിയബിൾ a ആണ്. ഈ വേരിയബിൾ ത്രൂ ഔട്ട് ദിസ് ബ്ലോക്ക് വിസിബിൾ ആണ്, അവൈലബിൾ ആണ്. ഈ ബ്ലോക്കിൻ്റെ ഉള്ളിലും ഈ ബ്ലോക്കിൻ്റെ എല്ലാ സബ് ബ്ലോക്കിലും ഈ വേരിയബിൾ അവൈലബിൾ ആണ്. ഇനി അടുത്ത് നമ്മൾ രണ്ടാമത്തെ ബ്ലോക്കിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ b എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം സം എന്ന് പറയുന്ന വേരിയബിളിനെ ഡൈനാമിക്കലി ഇനീഷ്യലൈസ് ചെയ്തു. ഡിക്ലെയർ ചെയ്യുകയും ഡൈനാമിക്കലി ഇനീഷ്യലൈസ് ചെയ്യുകയും ചെയ്തു. സമ്മിൽ എൻ്റെയും ബിൻ്റെയും സം ഉണ്ടാവും. ഇനി ഇവിടെ നമുക്ക് a യൂസ് ചെയ്യാൻ പറ്റിയതിന് കാരണം ഈ എയിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഈ സബ് ബ്ലോക്കിലേക്കും ട്രാൻസ്ഫർ ആയതുകൊണ്ടാണ്. b ഓൾറെഡി ഈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. നമ്മൾ സമ്മ് പ്രിൻ്റ് ചെയ്യുന്നു. ഇത് പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ c എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, വീണ്ടും സം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇത് ഡിക്ലെയർ ചെയ്യേണ്ടി വരുന്നത് ഈ സമ്മിൻ്റെ ലൈഫ് ഈ ബ്ലോക്ക് കഴിയുമ്പോൾ തീർന്നു. അതായത് ഈ സമ്മിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഈ 2 ബ്രേസിൻ്റെ ഇടയ്ക്ക് മാത്രമാണ്. ഇതിന് പുറമെ ഇതിന് സ്കോപ്പില്ല. അപ്പോൾ അതുകൊണ്ട് പുതിയൊരു ബ്ലോക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ബ്ലോക്കിന് പുറമെ നമുക്ക് സം യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ വീണ്ടും സം ഡിക്ലെയർ ചെയ്യണം.
അപ്പോൾ ഈ ബ്ലോക്കിന് പുറമേ നമ്മൾ സം യൂസ് ചെയ്താൽ അതൊരു എറർ ആയിരിക്കും. ഈ ബ്ലോക്കിന് പുറമേ സം പ്രിൻറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ അതൊരു കമ്പൈലർ എറർ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി വീണ്ടും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സം ഡിക്ലെയർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇനി മൂന്നാമത്തെ ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ, മൂന്നാമത്തെ സബ് ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വീണ്ടും എ ഡിക്ലെയർ ചെയ്യാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ അതൊരു കമ്പൈലർ എറർ വരും. കാരണം ഈ സ്കോപ്പിൽ, ഈ ബ്ലോക്കിൻ്റെ സ്കോപ്പിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഒരു എ അവൈലബിൾ ആണ്. ഈ എ ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ വീണ്ടും എനെ ഡിക്ലെയർ ചെയ്യാൻ ട്രൈ ചെയ്താൽ കമ്പൈലർ എറർ വരും. പക്ഷെ ആ എയിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുന്നതിനോ വാല്യൂ യൂസ് ചെയ്യുന്നതിനോ ബുദ്ധിമുട്ടില്ല. അടുത്തത് ടൈപ്പ് കൺവേർഷൻ ആൻഡ് കാസ്റ്റിംഗ്. Values in variables of one type may be assigned to another type. അപ്പോൾ ഇത് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ആവശ്യം വന്നാൽ, അതായത് ഒരു ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിലുള്ള വാല്യൂ വേറൊരു ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിലുള്ള വാല്യൂവിലേക്ക് അസൈൻ ചെയ്യേണ്ടി വന്നാൽ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ടൈപ്പ് കൺവേർഷനും കാസ്റ്റിങ്ങും. ഒന്നുകൂടി ക്ലിയർ ആയി പറഞ്ഞാൽ, ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിളിലെ വാല്യൂ ഇൻറ്റീജർ വേരിയബിളിലേക്കോ ഇൻറ്റീജർ വേരിയബിളിലെ വാല്യൂ ബൈറ്റ് വേരിയബിളിലേക്കോ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നാൽ അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ടൈപ്പ് കൺവേർഷനും കാസ്റ്റിങ്ങും. ഈ ന്യൂമറിക്കൽ ടൈപ്സ് കനോട്ട് ബി കൺവേർട്ടഡ് ടു ക്യാർ ഓർ ബൂളിയൻ. ഒരു ന്യൂമറിക്കൽ വേരിയബിളിലുള്ള വാല്യൂ നിങ്ങൾക്ക് ഒരിക്കലും ക്യാരക്ടറിലേക്കോ ബൂളിയനിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ക്യാരക്ടർ കനോട്ട് ബി കൺവേർട്ടഡ് ടു ബൂളിയൻ ആൻഡ് വൈസ് വേഴ്സ. ക്യാരക്ടറിലെ വാല്യൂ ബൂളിയനിലേക്കോ ബൂളിയനിലെ വാല്യൂ ക്യാരക്ടറിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. വാല്യൂസ് ആർ ഓട്ടോമാറ്റിക്കലി കൺവേർട്ടഡ് ഇഫ് ദ ടു ടൈപ്സ് ആർ കോമ്പാറ്റബിൾ. നമ്മൾ ഒരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു. അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള വേരിയബിൾസ് കോമ്പാറ്റബിൾ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻറ്റീജർ ടൈപ്സും കോമ്പാറ്റബിൾ ആണ്, എല്ലാ ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്സും കോമ്പാറ്റബിൾ ആണ്. ഇൻറ്റും ലോങ്ങും കോമ്പാറ്റബിൾ ആണ്, ഇൻറ്റും ബൈറ്റും കോമ്പാറ്റബിൾ ആണ്, ഡബിളും ഫ്ലോട്ടും കോമ്പാറ്റബിൾ ആണ്. ഇത് രണ്ടും കോമ്പാറ്റബിൾ ആണ്. അപ്പം നമ്മൾ ട്രാൻസ്ഫർ വാല്യൂ അസൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കോമ്പാറ്റബിൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കൺവേർഷൻ നടക്കാം. അത് മാത്രം പോരാ, ആൻഡ് ഡെസ്റ്റിനേഷൻ ടൈപ്പ് ഈസ് ലാർജർ ദാൻ ദി സോഴ്സ് ടൈപ്പ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലാർജറും റൈറ്റ് ഹാൻഡ് സൈഡ് സ്മോളറും ആണെങ്കിലും ഓട്ടോമാറ്റിക്കലി കൺവേർഷൻ നടക്കും. ഒന്നുകൂടി ക്ലിയർ ആയി പറഞ്ഞാൽ, ബൈറ്റിൽ നിന്നും ഇൻറ്റിലേക്ക് വാല്യൂ അസൈൻ ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി നടക്കും. ഇൻറ്റിൽ നിന്നും ലോങ്ങിലേക്ക് അസൈൻ ചെയ്താൽ അതും ഓട്ടോമാറ്റിക്കലി നടക്കും. ക്യാരിൽ നിന്നും ഇൻറ്റിലേക്ക് അസൈൻ ചെയ്താലും ഓട്ടോമാറ്റിക്കലി നടക്കും. തിരിച്ച് നടക്കില്ല, ഇൻറ്റിൽ നിന്ന് ക്യാറിലേക്ക് നടക്കില്ല. ഇങ്ങനെ നടക്കാത്ത കേസസ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ മുൻപേ കണ്ടതിനെ ഇത്തരം കൺവേർഷനെ, ഓട്ടോമാറ്റിക് കൺവേർഷൻ നമ്മൾ വൈഡനിങ് കൺവേർഷൻ എന്ന് പറയാം. ചെറിയ ബോക്സിൽ നിന്നും വാല്യൂ എടുത്തിട്ട് നമ്മൾ വലിയ ബോക്സിലേക്കാണ് ഇടുന്നത്. അതിന് പ്രശ്നമൊന്നും വരില്ല. ഇനി അടുത്ത ടൈപ്പാണ് വലിയ ബോക്സിൽ നിന്നും വാല്യൂ എടുത്തിട്ട് ചെറിയ ബോക്സിലേക്ക് ഇടുന്നു. ഇപ്പം നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള വാല്യൂ, അതായത് വലിയ ബോക്സിലുള്ള വാല്യൂ, വലിയ ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂ ചെറുതിൽ കൊള്ളും, ചെറുതിൻ്റെ റേഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നതാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ യൂസ് ചെയ്യാം. ജാവ ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യില്ല, പക്ഷെ നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് പാരന്തസിസിനുള്ളിൽ ടാർഗറ്റ് ടൈപ്പ് പറയാം, അതിന് ഫോളോഡ് ബൈ വാല്യൂ പറയാം. ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ, നമ്മളൊരു ഇൻറ്റീജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ഇൻറ്റ് എ ആൻഡ് അസൈൻ ഇറ്റ് ടു 50. എയിലേക്ക് 50 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്യുന്നു. ഇതൊരു ഇൻറ്റീജർ വേരിയബിളാണ്. ഈ 50 എന്ന് പറയുന്നത് ഒരു ബൈറ്റ് വേരിയബിളിലെ റേഞ്ചിൽ വരുന്നതാണ്. ബൈറ്റ് വേരിയബിളിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -128 ടു +127 ആണ്. ഇപ്പോൾ 50 അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു വാല്യൂ ആണ്. 50 നമുക്ക് സുഖമായിട്ടൊരു ബൈറ്റ് വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ വലിയ ബോക്സിൽ നിന്നും ചെറിയ ബോക്സിലേക്ക് ഇടാനാണ് ട്രൈ ചെയ്യുന്നതുകൊണ്ട് നമ്മളത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയണം. ഇപ്പോൾ ബൈറ്റ് ബി ഈക്വൽ ടു കൺവേർട്ട് ഇറ്റ് ടു ബൈറ്റ് ഫസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്നാണ് ഇതിൻ്റെ അർത്ഥം. എയിനെ ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അടുത്ത് ടൈപ്പ് പ്രൊമോഷൻ ഇൻ എക്സ്പ്രഷൻസ്. ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പ്രഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ മിക്സ് ഓഫ് ഡാറ്റ ടൈപ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ 1.2 ഇങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഇങ്ങനെ വരുമ്പം കുറച്ച് പ്രൊമോഷൻസ് ഓട്ടോമാറ്റിക്കലായിട്ട്, കുറച്ച് കൺവേർഷൻസ് ജാവ ഓട്ടോമാറ്റിക്കലായിട്ട് നടത്തും. അതിനാണ് ടൈപ്പ് പ്രൊമോഷൻസ് എന്ന് പറയുന്നത്. ഓൾ ബൈറ്റ്, ഷോർട്ട് ആൻഡ് ക്യാരക്ടർ വാല്യൂസ് ആർ പ്രൊമോട്ടഡ് ടു ഇൻറ്റ്. നിങ്ങൾ എക്സ്പ്രഷനിൽ ബൈറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഷോർട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ക്യാരക്ടർ വാല്യൂസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും അതിനെല്ലാം ഇൻറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി പ്രൊമോട്ട് ചെയ്യും.
എന്നിട്ടാണ് ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുക. ഇഫ് വൺ ഓപ്പറൻഡ് ഈസ് ലോങ് ദ ഹോൾ എക്സ്പ്രഷൻ ഈസ് പ്രൊമോട്ടഡ് ടു ലോങ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഓപ്പറൻഡ് ലോങ് ആണെങ്കിൽ എൻ്റയർ എക്സ്പ്രഷനെ ലോങ്ങിലേക്ക് പ്രൊമോട്ട് ചെയ്യും. അതായത് ഫൈനൽ റിസൾട്ട് എപ്പോഴും ലോങ് ആയിരിക്കും. ഇഫ് വൺ ഓപ്പറൻഡ് ഈസ് ഫ്ലോട്ട് എൻ്റയർ എക്സ്പ്രഷൻ ഈസ് പ്രൊമോട്ടഡ് ടു ഫ്ലോട്ട്. ഏതെങ്കിലും ഒരു ഓപ്പറൻഡ് ഫ്ലോട്ട് ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പ്രഷൻ്റെ റിസൾട്ടും എപ്പോഴും ഫ്ലോട്ട് ആയിരിക്കും. ഇനി എനി വൺ ഓഫ് ദി ഓപ്പറൻഡ് ഈസ് ഡബിൾ ദ റിസൾട്ട് ഈസ് ഓൾസോ ഡബിൾ. അപ്പോൾ ഏതാണ് നിങ്ങളുടെ എക്സ്പ്രഷനിലെ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ, ആ ലാർജസ്റ്റ് വാല്യൂവിലേക്ക് എക്സ്പ്രഷൻ്റെ റിസൾട്ടിനെ ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ആവശ്യം വരുന്നത് എവിടെയാണെന്ന് നോക്കാം. 2 എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ ഇതാണ്. നമ്മൾ ആദ്യം ഒരു ബൈറ്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ബൈറ്റ് ബി ഈക്വൽ ടു 50. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ബി ഈക്വൽ ടു ബി ഇൻറ്റു 2. അപ്പോൾ ബി ഇൻറ്റു 2ൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 100 ആണ്. 100 എന്ന് പറയുന്നത് -128നും 127നും ഇടയ്ക്കാണ്. അതായത് വാലിഡ് ആയിട്ടുള്ള ഒരു ബൈറ്റ് വാല്യൂ ആണത്. പക്ഷേ ഇതൊരു കമ്പൈലർ എറർ പ്രൊഡ്യൂസ് ചെയ്യും. കാരണം ഈ എക്സ്പ്രഷനിൽ 2 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്, ബി എന്ന് പറയുന്ന ബൈറ്റ് വാല്യൂ ആണ്. ഇപ്പോൾ ഏത് എക്സ്പ്രഷൻ എടുത്താലും ബൈറ്റിനെയും ഇൻറ്റീജറിനെയും ഇൻറ്റീജർ വാല്യൂയിലേക്ക് പ്രൊമോട്ട് ചെയ്യും. ഇപ്പോൾ ബീനെയും ഇൻറ്റീജറിലേക്ക് പ്രൊമോട്ട് ചെയ്യും, 2നെയും ഇൻറ്റീജറിലേക്ക് പ്രൊമോട്ട് ചെയ്യും. അതിനുശേഷം ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന 100നെയും ഇൻറ്റീജറിലേക്ക് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇനി ട്രൈ ചെയ്യാൻ പോകുന്നത് 100 എന്ന് പറയുന്ന ഇൻറ്റീജർ വാല്യൂ ബി എന്ന് പറയുന്ന ബൈറ്റ് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്. അപ്പം ലാർജർ വാല്യൂവിനെ സ്മോളർ ബോക്സിലേക്ക് ഇടാൻ നോക്കുകയാണ്. അപ്പോൾ എറർ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വാല്യൂവിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിടുന്ന ലാർജർ വാല്യൂവിനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ബൈറ്റ് എന്ന് എഴുതി കൊടുക്കും. ഇതിനെ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയും, എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ്. ഇതാണ് ഒരു യൂസേജ് വരുന്നത്. രണ്ടാമത്തത് നമ്മൾ 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു വിചാരിക്കുക, ഇൻറ്റ് വേരിയബിൾസ് എയും ബിയും. എയ്ക്ക് 5ഉം ബിക്ക് 10ഉം എന്നുള്ള വാല്യൂസ് കൊടുത്തു. ഇനി ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ആവറേജ്. ഇനി സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ, അതായത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് a+b/2 ഈ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 7 ആയിരിക്കും. നമുക്ക് ആക്ച്വലി കിട്ടേണ്ടത് 7.5 ആയിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയ റിസൾട്ട് 7 ആണ്. കാരണം ഇവിടെ എ ഇൻ്റാണ്, ബി ഇൻ്റാണ്, 2ഉം ഇൻ്റാണ്. അപ്പം ഈ എക്സ്പ്രഷൻ്റെ റിസൾട്ടും ഇൻ്റ് ആയിരിക്കും. ഇൻറ്റീജർ വാല്യൂസിൽ പോയിന്റിന് ശേഷമുള്ള ഭാഗങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ പോയിന്റിന് ശേഷമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ ഇത് ഡിസ്പ്ലേ ചെയ്യുള്ളൂ. ഇനി നമുക്ക് വേറെ ഒന്ന് ചെയ്യാവുന്നത് ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂയിലേക്ക് ഇതിനെ അസൈൻ ചെയ്യാം, ഈ എക്സ്പ്രഷനെ അസൈൻ ചെയ്യാം. അപ്പോൾ ആവറേജ് ഈക്വൽ ടു a+b/2. ഇങ്ങനെ ചെയ്യുമ്പം ഇത് മൊത്തത്തിലൊരു എക്സ്പ്രഷനാണ്. ഈ എക്സ്പ്രഷനിൽ ഇത് ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്, ഇത് ഇൻറ്റീജറാണ്, ഇത് ഇൻറ്റീജറാണ്, ഇതും ഇൻറ്റീജറാണ്. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വന്നത് കാരണം ഈ എക്സ്പ്രഷൻ്റെ മൊത്തം റിസൾട്ട് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് റിസൾട്ട് ആയിരിക്കും. അതായത് ആദ്യം ഇവർ a+b/2 ചെയ്യും. പക്ഷേ എയും ബിയും 2ഉം ഇൻറ്റീജർ ആയത് കാരണം ഇതിൻ്റെ റിസൾട്ട്, ഇത്രയും ഭാഗത്തിൻ്റെ റിസൾട്ട് 7 ആയിരിക്കും. ആ 7നെ അസൈൻ ചെയ്യുന്നതിന് മുന്നേ 7.0 എന്ന് പറയുന്ന വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും അസൈൻ ചെയ്യുന്നത്. അതായത് 7 എന്ന് പറയുന്ന ഇൻറ്റീജറിനെ 7.0ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുക. നമ്മളത് ഡിസ്പ്ലേ ചെയ്യാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7.0 എന്നുള്ള വാല്യൂ കിട്ടും. ഇനി നമുക്ക് കിട്ടേണ്ട 7.5 ആക്ച്വലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ എക്സ്പ്രഷനിൽ ഏതെങ്കിലും ഒരു വാല്യൂവിനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് ആക്കുക. നമ്മൾ ചെയ്യുന്നത് ഇവിടെ എയിനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഫ്ലോട്ടിംഗ് പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്തു. എയിനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഫ്ലോട്ടിംഗ് പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഈ എക്സ്പ്രഷൻ വാല്യൂറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട കറക്റ്റ് വാല്യൂ കിട്ടും. 7.5 എന്ന് പറയുന്ന കറക്റ്റ് വാല്യൂ കിട്ടും. ഇതൊക്കെയാണ് ടൈപ്പ് കൺവേർഷൻ്റെ എക്സ്പ്ലിസിറ്റ് കാസ്റ്റിങ്ങിൻ്റെയൊക്കെ യൂസേജ് വരുന്നത്. ഇത് നിങ്ങൾ കോമൺലി യൂസ് ചെയ്യേണ്ടി വരും, എവിടെയെങ്കിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. ഇതും ഓർത്തിരിക്കുക.